ഇന്നു മുതൽ 1600 രൂപ വീതം 62 ലക്ഷം കുടുംബങ്ങളുടെ മനുഷ്യരുടെ കൈകളിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ മാസം ഒരു ഗഡു കുടിശ്ശികയടക്കം 2 മാസത്തെ പെൻഷനായിരുന്നു നൽകിയിരുന്നത്. ആ പെൻഷൻ നൽകിയപ്പോഴാണ് അത് കൈക്കൂലിയാണെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞ ആക്ഷേപം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. UDF നേതൃത്വം ഒന്നടങ്കം ആ ആക്ഷേപത്തിൽ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നിലമ്പൂർ ജനത അതെങ്ങനെ വിലയിരുത്തുമെന്ന് നമുക്ക് 23-ാം തീയതി അറിയാം. ഏതായാലും സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഇന്നു മുതൽ അടുത്ത ഗഡുവായ പെൻഷൻ തുക, ഈ മാസത്തെ പെൻഷൻ തുക ഈ മനുഷ്യരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയാണ്. പാവപ്പെട്ട അവരുടെ കൈകളിലേക്ക് വരികയാണ്. ഷീജ തന്നെയാണ് നമ്മളോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷീജ, ഇന്ന് പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. കോൺഗ്രസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൈക്കൂലി കൊടുത്തു തുടങ്ങുകയാണ്. 1600 രൂപ വീതം 62 ലക്ഷം മനുഷ്യരുടെ കൈകളിലേക്ക്. അവരുടെ സന്തോഷത്തിനും അവരുടെ സംതൃപ്തിക്കും മുന്നിലേക്കാണ് കൈക്കൂലി എന്ന ആക്ഷേപവാക്ക് കെ സി വേണുഗോപാൽ എറിഞ്ഞിട്ടിരിക്കുന്നത്. തീർച്ചയായും മനു, ഏതായാലും കൈക്കൂലി, ഈ മാസത്തെ കൈക്കൂലിയുടെ വിതരണമാണ് ഇന്നിപ്പോൾ ആരംഭിക്കുന്നത്. ഈ പറയുന്നവർ ആരോപിക്കുന്നവർക്കൊക്കെ 18 മാസത്തെ കൈക്കൂലി കൊടുക്കാതെ കുടിശ്ശിക വരുത്തിയതൊക്കെ ഒന്ന് ഓർത്താൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് നമുക്കും ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. ഏതായാലും പെൻഷൻ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, പെൻഷൻ്റെ ഈ മാസത്തെ, അതായത് ജൂൺ മാസത്തെ പെൻഷൻ തുകയാണ് ഇന്നു മുതൽ വിതരണം ആരംഭിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ വിതരണത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ തുകയൊക്കെ ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് 2 രീതിയിലാണ് പെൻഷൻ ലഭിക്കുന്നത്. നമുക്കറിയാം, ബാങ്ക് അക്കൗണ്ടുകളിൽ കുറച്ചു പേർക്ക് ലഭിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വീടുകളിൽ എത്തിച്ച്, അതായത് സഹകരണ ബാങ്കുകളുടെ ജീവനക്കാർ അതായത് ബന്ധപ്പെട്ട വീടുകളിൽ തുക എത്തിച്ചു കൊടുക്കുന്ന രീതിയിലാണ്, 2 രീതിയിലാണ് പെൻഷന്റെ വിതരണം സംസ്ഥാനത്ത് നടക്കുന്നത്. അത് ആ രീതിയിൽ തന്നെ കൃത്യമായ രീതിയിൽ രാവിലെ മുതൽ ആരംഭിക്കുന്നതായിരിക്കും. ഒരാഴ്ചക്കകം ഈ പെൻഷന്റെ വിതരണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 2 ഗഡുവാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ്, ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ ഒരു കൈക്കൂലിയായി പെൻഷൻ നൽകുന്നത് എന്നുള്ള വിഷയമൊക്കെ കെ സി വേണുഗോപാൽ പറയുകയും അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചട്ടം 300 അനുസരിച്ച് നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത്, അതായത് ആ സമയത്ത് 5 ഗഡുവാണ് കുടിശ്ശികയുണ്ടായിരുന്നത്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ ഒക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലായിരുന്നു ആ രീതിയിൽ സംസ്ഥാനം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ 5 മാസത്തെ കുടിശ്ശിക വന്നത്. പക്ഷേ അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം 3 ഗഡു നൽകുമെന്നും ഈ സാമ്പത്തിക വർഷം 2 ഗഡു, ശേഷിക്കുന്ന കുടിശ്ശികയുടെ 2 ഗഡു കൂടി നൽകും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതിൽ അണുവിട മാറ്റമില്ലാതെ ആ രീതിയിൽ കാര്യങ്ങൾ, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 3 ഗഡു കുടിശ്ശിക നൽകിയിരുന്നു. ഈ സാമ്പത്തിക വർഷത്തിൽ ആകട്ടെ, ഈ സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു ആണ് പിന്നീട് കുടിശ്ശികയുള്ളത്. അതിൽ ഒരു കുടിശ്ശികയാണ് കഴിഞ്ഞ മാസം മെയ് മാസത്തെ ക്ഷേമ പെൻഷനൊപ്പം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി 1 ഗഡു കൂടിയാണ് ശേഷിക്കുന്നത്. അതും എത്രയും വേഗത്തിൽ നൽകാനുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെയാണ് സംസ്ഥാന സർക്കാർ കടന്നിട്ടുള്ളത്. പക്ഷേ സംസ്ഥാന സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024 ഏപ്രിൽ 1 മുതൽ ഉള്ള കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിലുള്ള പെൻഷന്റെ വിതരണം അത് ഉറപ്പാക്കും എന്ന് പറഞ്ഞത് ആ രീതിയിൽ തന്നെ ഉറപ്പാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു മാസവും അതിൽ കുറവ് വന്നിട്ടില്ല. ഈ മാസവും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ഈ 62 ലക്ഷം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വരെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുകയാണ്. മനു, ഷീജ, തീർച്ചയായും ഇന്ന് ഇത്രയും മനുഷ്യരുടെ കൈകളിലേക്ക് ആ തുക എത്തുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഈ ഇലക്ഷൻ കാലത്ത് ആ മനുഷ്യർ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എത്രമാത്രം അപമാനം സഹിച്ചിട്ടുണ്ടാകാം കോൺഗ്രസ്സുകാരുടെ കൈകളിൽ നിന്ന്. അവർ ഒറ്റ പരാമർശം അവരെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ ഒരു കാര്യം ഓർക്കുക, എങ്ങനെയാണ് ഈ കുടിശ്ശിക വന്നതെന്ന് നമുക്കറിയാം. കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ, അതിൽ കുടിശ്ശിക വരുന്നു. പക്ഷേ കഴിഞ്ഞ ബജറ്റിന് മുൻപ് മുഖ്യമന്ത്രി ചട്ടം 300 പ്രകാരം നിയമസഭയിൽ പ്രസ്താവന നടത്തുന്നു. ഈ അടുത്ത സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവുമായിട്ട് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കും, അതിലൊരു സംശയവും വേണ്ട. അതുമാത്രമല്ല, ഇനി പെൻഷൻ മുടങ്ങുകയുമില്ല. അന്നൊന്നും നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമെന്നോ അൻവർ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല. ഇതൊന്നും മുൻകൂട്ടി കണ്ടിട്ടല്ലല്ലോ ആ പ്രസ്താവന മുഖ്യമന്ത്രി നടത്തിയത്. എന്നിട്ടും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമാണ് എന്ന് പറയാൻ കഴിഞ്ഞ കോൺഗ്രസ്സുകാരുടെ ഒരു മാനസികാവസ്ഥയാണ് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നത്.
തീർച്ചയായും മനു, അതായത് സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കൂട്ടിച്ചേർത്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ്. അത് തന്നെയാണ് സർക്കാരിന്റെ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. സംസ്ഥാന സർക്കാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് സംസ്ഥാനത്തെ ഏതൊക്കെ തരത്തിൽ കേന്ദ്രം സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചാലും പ്രതിസന്ധിയിലാഴ്ത്താൻ ശ്രമിച്ചാലും സംസ്ഥാന സർക്കാർ സാധാരണക്കാരായ ജനങ്ങളെ വിട്ട് മുന്നോട്ട് പോകില്ല. ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വികസനത്തിനൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയായിരുന്നു ചട്ടം 300 അനുസരിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. പക്ഷേ ഇത് വലിയ തോതിലുള്ള അതൃപ്തി പ്രതിപക്ഷത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വരുത്തിയിട്ടുള്ള കുടിശ്ശിക, അത് 18 മാസത്തെ കുടിശ്ശിക അവർ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അത് കണക്കുകൾ സഹിതമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. അത് വലിയ തോതിലുള്ള തിരിച്ചടി അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ പ്രതിപക്ഷത്തിൽ തന്നെയുണ്ട്. അത് തന്നെയാണ് അവരെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾ കൂടുതലായി LDF-നൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക, പേടി, അതൊക്കെയാണ് അവരെ ഈ രീതിയിൽ സർക്കാരിനെതിരെ, ഇത് പെൻഷൻ കൃത്യമായി നൽകുന്നത് സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തമാണ്, ആ ഉത്തരവാദിത്തം കൃത്യമായി നടപ്പാക്കുമ്പോൾ അതിനെ കൈക്കൂലി എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുന്നത് ആ ഒരു ആശങ്കയും പേടിയും ഒക്കെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയാലും സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർക്കാർ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകും. അതിൽ ഒരു തരത്തിലുള്ള കുറവും പ്രത്യേകിച്ചും അതായത് ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മനു. ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇന്നു മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. ഈ മാസത്തെ പെൻഷൻ 1600 രൂപ വച്ച് 62 ലക്ഷം കുടുംബങ്ങളുടെ കൈകളിലേക്ക് ആ പണം എത്തുമെന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 5 തവണയായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത്. ആ കുടിശ്ശികയിൽ ഇനി ഒരു ഗഡു മാത്രമാണ് ബാക്കി നിൽക്കുന്നത് എന്നാണ് ഇപ്പോൾ ഷീജ നമ്മളോട് സമഗ്രമായ വിവരങ്ങളിലൂടെ നൽകിയിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് സർക്കാർ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം മൂലമാണ് ആ കുടിശ്ശിക ഉണ്ടായത്. ആ കുടിശ്ശിക 2 സാമ്പത്തിക വർഷം കൊണ്ട് വീട്ടി തീർക്കുമെന്ന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന് കൊടുത്തു തീർക്കാൻ ഒരു ഗഡു മാത്രമാണ് ബാക്കിയുള്ളത്. അതുമാത്രമല്ല, അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു വാക്ക് കൂടി ഉണ്ടായിരുന്നു, ഇനി പെൻഷൻ മുടങ്ങില്ല എന്നത്. ആ പ്രസ്താവന നടത്തിയ ഏപ്രിൽ മാസത്തിന് ശേഷം നമ്മളിപ്പോൾ ഇതാ ഒരു വർഷം കഴിഞ്ഞ് ജൂൺ മാസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതുവരെ പെൻഷൻ മുടങ്ങിയിട്ടില്ല എന്നതും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് അതിനെ അധിക്ഷേപിച്ച് ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കൈക്കൂലിയാണ് എന്ന് KC വേണുഗോപാലിനെ പോലെയുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് പറഞ്ഞു വച്ചിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്ക് കാത്തിരിക്കാം, നിലമ്പൂരിലെ ജനത ആ അധിക്ഷേപത്തിന് മറുപടി പറയുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും എന്തൊക്കെയാണെങ്കിലും സർക്കാർ ഈ മനുഷ്യരെ കൈവിടില്ല, അവരോടൊപ്പമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് ഇന്ന് ഈ പണവിതരണം ആരംഭിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.